ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ഡോണ ഐസക്കിന്റെ രക്ഷിതാവ് വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളിൽ അന്വേഷണത്തിനെത്തിയത്. സ്കൂളിൽ ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠപുസ്തകം പഠിപ്പിക്കുന്നില്ലെന്നും പുതിയ പാഠപുസ്തകം ഇറങ്ങിയതിനു ശേഷം പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് അധ്യാപകർ കുട്ടികളിൽ നിന്ന് പുസ്തകം തിരികെ വാങ്ങിയെന്നുമാണ് പരാതിയിലുള്ളത്. എന്നാൽ ഡോണയടക്കം 4 കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവരായതുകൊണ്ടാണ് പുസ്തകം തിരികെ വാങ്ങിയതെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ഡോണയുടെ സഹപാഠികളും പിതാവും പറയുന്നത് ഡോണ പഠിക്കുന്നത് മലയാളം മീഡിയത്തിൽ തന്നെയാണെന്നാണ്. അന്വേഷിച്ച് വന്ന ഒരു പറഞ്ഞു കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ ഉണ്ട്, ഞാൻ ഒപ്പിട്ട് വരണ്ടേ? ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ കൊച്ചു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാന്നുള്ളത്. എന്റെ കൊച്ചു മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന വെച്ചു ഒറ്റ ദിവസം കൂടി ഇംഗ്ലീഷ് മീഡിയത്തിലാകുന്നത് അത് എന്നാന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. 5ഉം 6ഉം ക്ലാസുകളിലും ഈ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ് പഠിച്ചിരുന്നതെന്ന് തെളിയിക്കുന്നതിന് ഈ വർഷങ്ങളിലെ രജിസ്റ്ററുകളും സ്കൂൾ അധികൃതർ ഡിഡിഇക്ക് മുന്നിൽ ഹാജരാക്കി. എന്നാൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടി എങ്ങനെ മലയാളത്തിൽ പരീക്ഷ എഴുതിയെന്ന ചോദ്യത്തിന് പ്രധാനാധ്യാപികയുടെ മറുപടി ഇതായിരുന്നു. കോളേജിൽ പോലും ഒരാൾക്ക് അല്ലല്ല ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിൽ ആൻസർ എഴുതാവുന്ന നിയമമുണ്ട്. പോയി നോക്കിക്കോ, നിങ്ങൾ വേണമെങ്കിൽ അറിയാമെങ്കിൽ പോയി നോക്കാം. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി വെറുതെ ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയമില്ല, ജാതിയോ മതമോ ഒന്നും ഈ പള്ളിക്കൂടത്തിലില്ല. എല്ലാ കുഞ്ഞുങ്ങളെ ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇതിന്റെ പേരില് ഞങ്ങളെ വെറുതെ കുരുക്കാനായിട്ട് ഉമ്മൻചാണ്ടി സാറിനുള്ള വൈരാഗ്യത്തിന് പുറത്ത് നിങ്ങൾ ജയിച്ച ഞങ്ങൾക്കറിയാം. പാഠപുസ്തകം പഠിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തുകയും പുസ്തകത്തിന്റെ പരസ്യവായന നടത്തുകയും ചെയ്തു. മനോരമ ന്യൂസ്, കോട്ടയം.